89 കണ്ടതിന് ശേഷം ആദ്യമായിട്ടാണ് കാണുന്നത്. ഇപ്പോഴാണ് കാണുന്നത്. ഇതുവരെ ഞാൻ കണ്ട റീ റിലീസുകൾ ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ അവനാഴി, സ്ഫടികം, അവയൊക്കെക്കാളും ബെറ്ററാണ്. ഫീലാണ് കണ്ടത്. പക്ഷേ അത് കഴിഞ്ഞ് ഇപ്പോൾ കണ്ടപ്പോഴും ആ ഒരു അത്ഭുതം കൂടി കിട്ടിയുള്ളൂ. അബ്സല്യൂട്ട് ഫോർക്ക് എന്ന് പറയാൻ പറ്റുമെന്ന് ഡൗട്ടാണ്. 36 വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിൻ്റെ അഭിമാന ചിത്രം റീ റിലീസിന് വന്നിരിക്കുകയാണ്. MD വാസുദേവൻ നായർ തിരക്കഥ എഴുതി ഹരികരൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടി, സുരേഷ് ഗോപി തുടങ്ങിയ നീണ്ട താരത്തിനൊന്നിച്ച ഒരു വടക്കൻ വീരഗാഥ ഇന്ന് 36 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ 4K റീമാസ്റ്റർ വിഷം വന്നിരിക്കുകയാണ്. സിനിമ എങ്ങനെയൊന്നും ചോദിക്കേണ്ട ആവശ്യം എന്തായാലും ഇല്ല. സിനിമയുടെ ആ ഒരു ക്വാളിറ്റി, ഇപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് പ്രേക്ഷകർ തന്നെ ചോദിച്ചു നോക്കാം. 89 കണ്ടതിന് ശേഷം ആദ്യമായിട്ടാണ് കാണുന്നത്. ഇപ്പോഴാണ് കാണുന്നത്. അന്ന് കൃപ തിയേറ്ററിൽ കണ്ടതാണ്. ശക്തി തിയേറ്റർ അന്ന് ശക്തി ആയിരുന്നല്ലോ. അന്ന് ശക്തിയായിരുന്നു. പക്ഷേ ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. സൂപ്പർ. ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയ പോലെ ഉണ്ട്. ക്വാളിറ്റിയൊക്കെ എങ്ങനെയുണ്ട്? തിയേറ്റർ ക്വാളിറ്റിയൊക്കെ അടിപൊളി. നല്ല 4K നല്ല അടിപൊളിയായിട്ടുണ്ട്. സൗണ്ട് ക്വാളിറ്റി വളരെ നന്നായിട്ടുണ്ട്. പിക്ചർ ക്വാളിറ്റിയും കൊള്ളാം. കാരണം ഇതുവരെ ഞാൻ കണ്ട റീ റിലീസുകൾ ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ അവനാഴി, സ്ഫടികം, അവയൊക്കെക്കാളും ബെറ്ററാണ് ഇൻ ടേംസ് ഓഫ് സൗണ്ട് ആൻഡ് പിക്ചർ. അവനാഴി കണ്ടു, അതത്ര പോരാ, അതിൻ്റെ സൗണ്ട് പിക്ചർ അത്ര പോരായിരുന്നു. പക്ഷേ ഇത് കൊള്ളാം. ചേട്ടാ, ഇതുവരെ റീമാസ്റ്റർ ചെയ്ത് വന്നിട്ട് സ്ഫടികമാണ് ബെറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് മോഡലാണ്. അതിൽ നിന്നും ബെറ്ററാണ്. സ്ഫടികത്തിനാളും വളരെ ബെറ്ററാണ്. സൗണ്ട് ക്വാളിറ്റി സൗണ്ട് വളരെ വളരെ നന്നായിട്ടുണ്ട്. നമുക്കിവിടെ കുറേ പടം റിലീസ് ചെയ്തിട്ട് വലിയ രീതിയിലൊന്നും ഇറച്ചു നിൽക്കുന്നില്ല. ഈ ഒരു പടം ഇത് കാണണം, എന്തായാലും എല്ലാവരും കാണേണ്ടതാണ്. കാരണം ഇതൊരു എപ്പിക് മൂവിയാണല്ലോ. ആ എപ്പിക് മൂവി ഇത്രയും അവർ എഫേർട്ട് എടുത്ത് റീമാസ്റ്റർ ചെയ്ത് റിലീസ് ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഈ ജനറേഷൻ സപ്പോർട്ട് ചെയ്യണം ഈ മൂവിയെ. ഒരു 36 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടപ്പോൾ എന്താണ് ഒരു അത്ഭുതമായിരുന്നു ഈ സിനിമ. അന്ന് തിയേറ്ററിൽ കാണാൻ പറ്റുമോ ഈ സിനിമ? ഇല്ല, ടിവിയിലാണ് കണ്ടത്. പക്ഷേ അത് കഴിഞ്ഞ് ഇപ്പോൾ കണ്ടപ്പോഴും ആ ഒരു അത്ഭുതം കൂടി കിട്ടിയുള്ളൂ. എന്തായിരുന്നാലും ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. സൂപ്പർ. പിക്ചർ ക്വാളിറ്റിയും സൗണ്ട് ക്വാളിറ്റിയും എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. അതിൽ നമ്മുടെ പഞ്ച് ഡയലോഗ് ഉണ്ടല്ലോ പഴയ, അതെയാ, അതൊക്കെ ഇച്ചിരി കൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുമായിരുന്നു. അത് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ബാക്കിയല്ലോ ഓക്കെയാണ്. സൂപ്പർ. നേരത്തെ കണ്ടിട്ടുള്ളതായിട്ടുള്ള ഒരു ഫീലൊന്നുമില്ല. ഒരു പുതിയ സിനിമ കണ്ട ഒരു ഫീൽ തന്നെയാണ്. ഇപ്പോൾ ഒരു പിക്ചർ ക്വാളിറ്റി എങ്ങനെ ഉണ്ടായിരുന്നു? പഴയ മമ്മൂക്കി തിയേറ്ററിൽ കാണുമ്പോൾ എങ്ങനെയുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ? അതാ പറഞ്ഞില്ലേ, നേരത്തെ നമ്മൾ കണ്ടതിൻ്റെ ആ ഒരു ഫീലല്ല ഇപ്പം ഇറങ്ങിയ ഒരു പുതിയ പടം കണ്ടു. സൗണ്ട് ക്വാളിറ്റി ഒന്നും പറയില്ല, അടിപൊളി. വിഷ്വൽ ക്വാളിറ്റി ഒക്കെ ഉണ്ട്. എല്ലാം നന്നായിരുന്നു. സൗണ്ടൊക്കെ എല്ലാം നന്നായിരുന്നു. പിന്നെന്താണ്, ആ ക്ലാസിക് പടമല്ലേ, അതിൻ്റേതായിട്ടുള്ള എല്ലാ ഫീലിങ്ങും എല്ലാം ഉണ്ടായിരുന്നു. ഇതിനു മുമ്പ് തിയേറ്ററിൽ കാണാൻ പറ്റിയിട്ടുണ്ടോ? അല്ല TV തന്നെ? തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. തീരെ കുഞ്ഞിലെയാണ്, എനിക്ക് അതൊരു ഓർമ്മയില്ല. എവിടെ നിന്ന് കണ്ടെത്താലും ഓർമ്മ ഉണ്ടോ? അല്ല, ഓർമ്മയില്ല. 4K ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. നല്ല സൗണ്ടും എല്ലാം നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. കണ്ടപ്പോൾ പടം നമ്മളെല്ലാം അറിയാമെന്നുള്ളതല്ല. ഡോൾബിയുടെ ആ ഒരു സോങ്സെല്ലാം നല്ലതായിട്ട് കേൾക്കാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഔട്ട് ഓഫ് ഫോക്കസ് ആയതുപോലെ എനിക്ക് പിന്നെ കുഴപ്പമില്ല. പടം നമ്മൾ എക്സ്പെക്ടേഷൻ വേറെ വരുന്നില്ലല്ലോ. പുതിയൊരു എക്സ്പീരിയൻസ് എന്താണെന്ന് പറയാൻ വേണ്ടി തോന്നുന്നു. പിക്ചർ ക്വാളിറ്റി എങ്ങനെയുണ്ട്? അത് ഇടയ്ക്കിടയ്ക്ക് എന്തോ ഒരു ഫോക്കസ് ബ്ലർ ആവുന്നുണ്ടോ? ചെറുതായിട്ട്, എല്ലാ സമയത്തും ചെറുതായിട്ട് ഇടയ്ക്ക്. വേറെ കുഴപ്പമില്ല. 4K തന്നെയാണോ? അബ്സല്യൂട്ട് 4K എന്ന് പറയാൻ പറ്റുമെന്ന് ഡൗട്ടാണ്. ഇത് റിലീസ് ചെയ്ത യൂട്യൂബിലുള്ളവരല്ല ആൾറെഡി. എല്ലാവരും കണ്ടോ? സുരേഷ് ഗോപി എല്ലാവരും കണ്ടായിരുന്നോ? ആദ്യമായിട്ടാണ് തിയേറ്ററിൽ കണ്ടിട്ടുണ്ടോ ഇതിന് മുമ്പായിട്ട്? അല്ല, നേരത്തെ കണ്ടില്ല, ആദ്യമായിട്ടാണ്. എങ്ങനെയുണ്ട് പടം? മമ്മൂക്കയുടെയും സുരേഷ് ഗോപിയും ക്യാപ്റ്റൻ രാജുവിനും ഒരുപാട് താരങ്ങളെ നമ്മൾ അവരെയൊക്കെ കണ്ടവരെ നല്ല അപ്പനെ എല്ലാം ഇന്നിപ്പോൾ എടുക്കുന്ന കണക്ക് തന്നെ ആയിരുന്നു. ഇതിൽ കണ്ടാണല്ലോ, TV സിനിമ കണ്ടാണല്ലോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. TV കണ്ടുണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു? ഇത്രയും ക്വാളിറ്റിയിൽ നല്ല സൗണ്ടിലൊക്കെ കൊള്ളാം.